ഇന്ന് ലോക പാമ്പ് ദിനമാണ്. എന്താണെന്നല്ലേ, ഈ കൃത്യമായ ചികിത്സ തേടുന്നതിലെ കാലതാമസവും തെറ്റിദ്ധാരണകളും മൂലം പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നതായി പഠനങ്ങൾ പറയുകയാണ്. ഇത്തരം മരണങ്ങൾ തടയാൻ പ്രത്യേക കർമ്മ പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കൊച്ചി അമൃത ആശുപത്രി. ആഗോളതലത്തിൽ ഓരോ വർഷവും 1 ലക്ഷത്തിനടുത്ത ആളുകൾ പാമ്പ് കടിയേറ്റ് മരിക്കുമ്പോൾ അതിൽ പകുതിയും ഇന്ത്യയിൽ നിന്നാണ് എന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്ത് ഒരു വർഷം 58,000 പേർ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു എന്നാണ് കണക്കുകൾ. ഈ സാഹചര്യത്തെ മനസ്സിലാക്കിയ ലോകാരോഗ്യ സംഘടന 2030 പാമ്പ് കടിയേറ്റുള്ള മരണം 50% കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിനെ സെന്റർ ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ചായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, പശ്ചിമബംഗാൾ, അസം, ഝാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിൽ കൃത്യമായ ചികിത്സാ പദ്ധതിയും സാമൂഹ്യ അവബോധവും സൃഷ്ടിച്ച് പാമ്പ് കടിയേറ്റുള്ള മരണം 0-ലെത്തിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. WHO കുറച്ചു വർഷം മുമ്പ് സ്നേക്ക് ബൈറ്റ് പ്രിവെന്റ് ചെയ്യാനും തടുക്കാനും ഒരു 4 പില്ലേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ടായി. ആ 4 പില്ലേഴ്സ്: ഒന്ന് കമ്മ്യൂണിറ്റി എംപവർമെന്റ്, രണ്ടാമത്തെ കമ്മ്യൂണിറ്റി അവെയർനെസ്, മൂന്നാമത്തെ സ്ട്രെങ്തനിങ് ഹെൽത്ത് സിസ്റ്റംസ്, നാലാമത്തെ കൊലാബറേഷൻ. അപ്പോൾ ഈ 4 പില്ലേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ചിന്റെ പദ്ധതി നമ്മൾ രൂപീകരിച്ചേക്കുന്നത്. ഓരോ പഞ്ചായത്തിലും പാമ്പുകളെക്കുറിച്ച് കൃത്യമായി പഠിച്ച 3 പേരടങ്ങുന്ന സർപ്പമിത്ര ടീമിനെ ഉണ്ടാക്കുക. തുടർന്ന് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൃത്യമായ ചികിത്സാ സംവിധാനം ഉറപ്പാക്കൽ, ആരോഗ്യ പ്രവർത്തകർക്കുള്ള ബോധവൽക്കരണം തുടങ്ങി വിവിധ ഘട്ടങ്ങളിലൂടെയാണ് പദ്ധതി പുരോഗമിക്കുക. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളിലായി നടത്തിയ ബോധവൽക്കരണത്തിലൂടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പാമ്പുകടിയേറ്റ് പ്രതിവർഷം 100-ലധികം ആളുകൾ മരണമടഞ്ഞതിൽ നിന്ന് മരണസംഖ്യ 40 കുറയ്ക്കാൻ സാധിച്ചു. ഇത് 0-ലെത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് അമൃത ആശുപത്രിയുടെ പ്രവർത്തനം. അമൃത ന്യൂസ്, കൊച്ചി.